കോൺഗ്രസ് ആണു ഭാരതത്തിൻ മർത്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. ഇന്ത്യ മുഴുവൻ അണികൾക്ക് ആവേശം നൽകുന്ന ഈ വിപ്ലവഗാനം എഴുതിയതും സംഗീതം നൽകിയതും ഒരു മലയാളം അധ്യാപകനാണ്. തനി ഗ്രാമീണനായ ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ പേരാണ് എബി പാപ്പച്ചൻ. കൊല്ലം ജില്ലയിലെ തേവലക്കര സ്വദേശി. മൈനാഗപ്പള്ളി മിലാദി ഷെരീഫ് സ്കൂളിലെ അധ്യാപകനാണ്. അറിയാം ഈ പാട്ടിന്റെ ചരിത്രം. സാർ നമസ്കാരം. നമസ്കാരം. എബി പാപ്പച്ചൻ. രാജ്കട്ടിൽ ബാപ്പുജി വീർഭൂവിൽ രാജീവും ശക്തിസ്ഥലിൽ നിറയും ധീര രക്തസാക്ഷികൾ. രാജ്കട്ടിൽ ബാപ്പുജി വീർഭൂവിൽ രാജീവും ശക്തിസ്ഥലിൽ നിറയും ധീര രക്തസാക്ഷികൾ. നിണമണിഞ്ഞ വഴികളിൽ ഞങ്ങളുണ്ടു പിന്മുറ, നിങ്ങൾ തൻകിനാക്കളല്ല ഞങ്ങൾ സഫലമാക്കിടാ. എങ്ങനെയാണ് ഈ പാട്ട് സംഭവിക്കുന്നത്? എങ്ങനെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ആളുകൾക്ക് ആവേശം നൽകുന്ന പാട്ടുകളുടെ ഒരു അഭാവമുണ്ട് എന്നെനിക്ക് മനസ്സിലായി. ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടിട്ട് സിരകളെ ത്രസിപ്പിക്കുന്ന ധാരാളം പാട്ടുകളുണ്ട്. കോൺഗ്രസ്സിൽ പലപ്പോഴും ഈ പാട്ടുകളൊക്കെ പാരഡി ഗാനങ്ങളും ഒക്കെ ആയിട്ട് മാറിപ്പോകുന്ന ഒരു സമയമാണ് ഉണ്ടായിരുന്നത്. ആളുകളെ ഒരു മാർച്ചിന് പോകുന്ന, അല്ലെങ്കിൽ ഒരു പ്രകടനത്തിൽ പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ ഒരു സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ആവേശം നൽകുന്ന ഒരു പാട്ടിൻ്റെ അഭാവം, ഇതിനെല്ലാം പോകുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫീലിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കൊരു ആവേശം നൽകുന്ന ഒരു പാട്ട് വേണമല്ലോ, കോൺഗ്രസിൻ്റെ ചരിത്രമൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തി ഒരു പാട്ട് വേണമല്ലോ എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ളൊരു പാട്ട് എഴുതാൻ ഇടയായത്. സഹന സമര വീഥികൾ സുധീരമായ ചുവടുകൾ ശിരസുയർത്തി രാഹുൽ ജി വിജയ വഴികൾ തേടവേ. സഹന സമര വീഥികൾ സുധീരമായ ചുവടുകൾ ശിരസുയർത്തി രാഹുൽ ജി വിജയ വഴികൾ തേടവേ. ഈ പാട്ട് ഒരു വലിയ വിജയമാകും എന്നുള്ള പ്രതീക്ഷയിലൊന്നും അല്ല ആദ്യകാലത്ത് നമ്മളിത് എഴുതുന്നത്. ഇതെങ്ങനെയാണ് ഇത് പ്രസിദ്ധീകരിക്കേണ്ടതെന്ന് പോലും എനിക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് നമ്മൾ തന്നെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അതിനകത്തൂടെ ഇത് ഇടാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു യൂട്യൂബ് ചാനൽ അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്ത് അതിൽ ഞാൻ ഇട്ടു. കുറച്ചൊക്കെ ആളുകൾ കാണാൻ തോന്നി. ഒരു 10, 250, 300, 500 പേരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് പിന്നീട് അങ്ങോട്ട് നീക്കമില്ല. പിന്നെ ഞാനിതങ്ങ് വിട്ടു. ഇപ്പോൾ അതിൻ്റെ ആ പാട്ടിൻ്റെ അവസ്ഥ ഇതാണെന്ന് മനസ്സിലാക്കി ഞാനങ്ങ് വിട്ടു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പല സ്ഥലത്തുനിന്നും ആളുകൾ ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങളുടെ പാട്ട് അവിടെ കേൾക്കുന്നുണ്ട് കേട്ടോ, ഇവിടെ കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിലെമ്പാടും ഈ പാട്ട് ഉപയോഗിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. കോൺഗ്രസ് ആണു ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇത് കാണുന്നില്ലെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് മറ്റ് പല യൂട്യൂബ് ചാനലും ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ രാഹുൽ ഗാന്ധി എന്ന് കേരളത്തിൽ വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ പൈലറ്റ് വാഹനങ്ങളിൽ ഈ പാട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോൾ ഈ പാട്ട് അതിനകത്ത് നിരന്തരമായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ അതിനുശേഷം ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് ചാനലുകളും രാഷ്ട്രീയ പ്രവർത്തകരും മീറ്റിങ്ങുകൾക്കും മറ്റെല്ലാ കാര്യത്തിനും അതുപോലെ തന്നെ അനൗൺസ്മെൻറ്റുകൾക്കും ഒക്കെ ഈ പാട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഏറ്റവും ഒടുവിൽ കോൺഗ്രസിൻ്റെ പ്രചാരണ പരിപാടിയിലെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് ഈ പാട്ട് മാറുന്നതാണ് പിന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. സഹന സമര വീഥികൾ സുധീരമായ ചുവടുകൾ ശിരസുയർത്തി രാഹുൽ ജി വിജയ വഴികൾ തേടവേ. സഹന സമര വീഥികൾ സുധീരമായ ചുവടുകൾ ശിരസുയർത്തി രാഹുൽ ജി വിജയ വഴികൾ തേടവേ. അതിനുശേഷം വീണ്ടും 1, 2, 3 പാട്ടുകൾ നമ്മൾ വീണ്ടും എഴുതുകയും ഇടുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസിൻ്റെ ഷാഫി പറമ്പിലിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഭാരത് ജോഡോ യാത്രയ്ക്ക് വേണ്ടി ഒരു പാട്ട് എഴുതി. പിന്നീട് കോൺഗ്രസിൻ്റെ മീഡിയ സെൽ രാഹുൽ ഗാന്ധിക്ക് അയോഗ്യത കൽപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു പാട്ട് വേണം എന്നാവശ്യപ്പെട്ടു. പിന്നീട് ശ്രദ്ധിക്കപ്പെട്ട പാട്ട് ആ ഒരു പാട്ടാണ്. ഗാന്ധി തന്ന ഭാരതം നെഹ്റുവിൻ്റെ ഭാരതം ചോരവാർന്നൊരിന്ദിര പട്ടുവീണ ഭാരതം ശിരസുയർത്തി നിൽക്കുക ധീരമായി മുന്നേറുക ഒറ്റയല്ല രാഹുൽ നീ ഒപ്പമുണ്ട് ഭാരതം ഒറ്റയല്ല രാഹുൽ നീ ഒപ്പമുണ്ട് ഭാരതം ഒറ്റയല്ല രാഹുൽ നീ ഒപ്പമുണ്ട് ഭാരതം നിൻകനൽ വഴികളിൽ ഞങ്ങളുണ്ട് കാവലായി. ഗാന്ധി തന്ന ഭാരതം നെഹ്റുവിന്റെ ഭാരതം ചോരവാർന്നൊരിന്ദിര പട്ടുവീണ ഭാരതം. ഗാന്ധി തന്ന ഭാരതം നെഹ്റുവിന്റെ ഭാരതം ചോരവാർന്നൊരിന്ദിര പട്ടുവീണ ഭാരതം ചോരതൻ
നിന്റെയച്ഛൻ ധീരനാം രാജീവിന്റെ ഭാരതം ചോരതൻ പൂക്കളായി പിന്നിലാകെ ചിതറിയ നിന്റെയച്ഛൻ ധീരനാം രാജീവിന്റെ ഭാരതം ശിരസുയർത്തി നിൽക്കുക ധീരമായി മുന്നേറുക ഒറ്റയല്ല രാഹുൽ നീ ഒപ്പമുണ്ട് ഭാരതം ഒറ്റയല്ല രാഹുൽ നീ ഒപ്പമുണ്ട് ഭാരതം. ഈ പാട്ടാണ് പിന്നീട് ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ട്. ഈ പാട്ടുകളുടെ എല്ലാം വരികളും സംഗീതവും എബി പാപ്പച്ചൻ എന്ന ഈ അധ്യാപകനാണ് അല്ലേ? തീർച്ചയായിട്ടും. സാം എന്ന ഒരു ഡോക്ടർ അതിനോടൊപ്പം സംഗീതം നൽകാൻ എപ്പോഴും എൻ്റെ ഒരു സംഗീത ജീവിതത്തിലെ എൻ്റെ സഹയാത്രികനാണ് ഡോക്ടർ സാം ടി വർഗീസ്. ഞങ്ങൾ രണ്ടുപേരോട് ചേരുമ്പോഴാണ് നല്ല പാട്ടുകൾ ഉണ്ടാവുന്നത്. എബി പാപ്പച്ചൻ എന്നൊരു അധ്യാപകൻ ഈ പാട്ടുകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ വലിയൊരു പാരമ്പര്യമുണ്ട്. അതൊരു സംഗീത പാരമ്പര്യം കൂടി ചേരുന്നതാണ് അല്ലേ? അതെ. അമ്മ മ്യൂസിക് ടീച്ചറായിരുന്നു, അച്ഛൻ അധ്യാപകനായിരുന്നു. എബിസാർ അധ്യാപകനാണ്, എബിസാറിന്റെ വൈഫ് അധ്യാപികയാണ്. അങ്ങനെ അധ്യാപക കുടുംബത്തിൽ നിന്ന് വളർന്നെങ്കിൽ പോലും രാഷ്ട്രീയം വല്ലാണ്ട് സിരക്കി പിടിച്ച ഒരാളാണ് അല്ലേ? ഇങ്ങനെ പൂർണ്ണമായിട്ടൊരു രാഷ്ട്രീയ പാരമ്പര്യമാണോ അതോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു സംഗീത സംവിധായകൻ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഒരു പാട്ട് എഴുതുന്ന ആൾ എന്നുള്ളതിനപ്പുറത്ത് ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് പറയാനാണ് എൻ്റെ ആഗ്രഹം. കാരണം ഞാൻ ഈ എഴുതുന്ന പാട്ടുകളൊക്കെ ഒരു കോൺഗ്രസ്സുകാരൻ ഒരു പാട്ട് എങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്നു ആ രീതിയിൽ എഴുതാനാണ് ഞാൻ ചെറുപ്പകാലം മുതലേ പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരമായ സമരമുഖങ്ങളിലും അതുപോലെ തന്നെ മാർച്ചുകളിലും അതുപോലെ തന്നെ പ്രകടനങ്ങളിലും അതുപോലെയുള്ള പല പരിപാടികളിലും നമ്മളിങ്ങനെ നിരന്തരമായി പങ്കെടുക്കുന്ന ആളാണ്. ആ പങ്കെടുക്കുന്ന സമയത്ത് ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ ഏതുതരം പാട്ടാണോ ആഗ്രഹിക്കുന്നത് ആ പാട്ടുകൾ എഴുതാൻ വേണ്ടിയാണ് ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. വളരെ ലളിതമായ ഭാഷയിൽ, എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ, ആളുകൾക്ക് ആവേശം നൽകുന്ന രീതിയിലുള്ള പാട്ടുകൾ എഴുതാനാണ് ഞാൻ കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത്. കോൺഗ്രസ് ആണു ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവെച്ച സാന്ത്വനം. ഈ പാട്ട് നമുക്ക് വലിയ സന്തോഷം നൽകുന്ന പാട്ടാണ്. ഈ പാട്ടിനെ കുറിച്ച് ചിലരൊക്കെ പറയാറുണ്ട്, തളർന്നു കിടക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിലും എഴുന്നേറ്റ് നിന്ന് ശക്തിയായിട്ട് രണ്ട് മുദ്രാവാക്യം വിളിക്കാൻ തോന്നുന്ന തരത്തിലുള്ള പാട്ടാണ് ഈ പാട്ടെന്ന് ചിലരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നാറുണ്ട്. ഇത്തവണ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും അണികൾക്ക് ആവേശം നൽകുന്ന ഒരു മനോഹര ഗാനം ഇന്ന് റിലീസ് ചെയ്യപ്പെടുകയാണ്. ആ പാട്ട് ഇതാണ്. കേരളം ജയിക്കണം, UDF നയിക്കണം, കേരളം ജയിക്കണം, UDF നയിക്കണം, വികസനത്തിൻ പുതുവെളിച്ചം നാട്ടിലെങ്ങും പുലരണം, നഷ്ടമായ നാടുകൾ തിരികെ നാം പിടിക്കണം, ഇരുളുമൂടും അന്ധകാര ശക്തികൾ തുലയണം, നിരാശ പൂണ്ടൊരമ്മതൻ കണ്ണുനീരുണങ്ങണം. ഈ ഒരു പാട്ട് ഒരു ചരിത്ര വിജയമായി തീരുമ്പോൾ എനിക്ക് മറക്കാനാവാത്ത ചില വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന്, പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ, നാടൻപാട്ട് കലാകാരൻ കൂടിയായ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ മത്തായി സുനിൽ. മറ്റൊന്ന്, എൻ്റെ കോളേജ് കാലം മുതലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപാഠി ശ്രീ ബിനു സരിക. പ്രിയപ്പെട്ട ശ്രീ ഡോക്ടർ റിജോ സൈമൺ. ഇവരെ ഈ സമയത്ത് ഞാൻ ഹൃദയപൂർവ്വം സ്മരിക്കുന്നു. എൻ്റെ ഈ പാട്ടുകളെല്ലാം റെക്കോർഡ് ചെയ്തത് ശ്രീരാഗ് സ്റ്റുഡിയോയിലാണ്. ഈ പാട്ടുകളെല്ലാം റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ട എല്ലാ പിന്തുണയും നൽകിയത് റജി ശ്രീരാഗ് എന്ന് പറയുന്ന എൻ്റെ ആത്മമിത്രമാണ്. ഈ പാട്ടിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ അവർക്കൊക്കെ തുല്യ അവകാശമാണുള്ളത്. അവരെല്ലാം കൂടെ ചേർന്നപ്പോഴാണ് ഇതൊരു മനോഹരമായ ഗാനമായി മാറിയത്.